സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കിന്ന് ഗ്ലോ ആയിട്ടിരിക്കാൻ. ആക്ച്വലി ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇന്നെന്താ മുഖത്തിലൊരു പ്രത്യേകത, മുഖം നല്ല ഷൈനിങ് ആയിട്ടുണ്ടല്ലോ, തിളക്കമായിട്ടുണ്ടല്ലോ, മുഖത്ത് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പെണ്ണുങ്ങൾക്ക് പൊതുവെ അതിന് ഇഷ്ടമാണ് അല്ലേ? ആരെങ്കിലും നല്ലതായിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാനായിട്ട്. അപ്പോൾ അതിഷ്ടമില്ലാത്ത ആരും എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല എന്തെങ്കിലും പോകുന്ന സമയത്ത് മുഖത്ത് അധികം മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒരു പാക്കാണ് ഇന്നത്തെ ഞാൻ പറയുന്നത്. ആക്ച്വലി ഇന്ന് എനിക്ക് ഈവനിങ് ഒരു ഫംഗ്ഷൻ ഉണ്ട്, പോകണം. അപ്പം ഞാൻ യൂഷ്വലി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഈ ഫേഷ്യലിൽ പോയി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്ന പരിപാടികൾ, അങ്ങനെ ബ്ലീച്ച് ചെയ്യുന്ന പരിപാടികൾ, ഇങ്ങനത്തെ യാതൊരു പരിപാടിയും എൻ്റെ സ്കിന്നിൽ ഞാൻ ചെയ്തിട്ടില്ല. നമ്മുടെ തന്നെ സ്കിൻ അത്യാവശ്യം അങ്ങോട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇന്നലെ ആരോ പറഞ്ഞിട്ട് എൻ്റെ മുഖത്തൊക്കെ ഭയങ്കര ചുളിവുകൾ വന്നിട്ടുണ്ട്. 40 വയസ്സൊക്കെ ആയില്ലേ, അപ്പം മുഖത്ത് ചുളിവുകളൊക്കെ സാഹചര്യമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെതാ ഈ ഒരു ഭാഗത്തൊരു വെട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെ ഇങ്ങനെ ഒരു വെട്ടുണ്ട്, ഈ ഭാഗത്ത് കൊണ്ടൊരു വെട്ട്. അത് പാരമ്പര്യമായിട്ട് തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു എന്താ പറയുന്നത്, അതൊരു എന്താ പറയുക പ്രോബ്ലം എന്നല്ല, അത് അമ്മയ്ക്കും എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു വെട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില പേർക്ക് അങ്ങനെ തോന്നുന്നത്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് ഓരോ രീതിയിലാണല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഞാൻ എന്തായാലും ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഒരു പാക്ക് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. ആക്ച്വലി രാത്രി ഞാൻ ഇടും, എന്നിട്ട് അടുത്ത ദിവസം നാളെ പോകാനാണെങ്കിൽ ഇന്ന് രാത്രി ഇടുകയാണ് പതിവ്. പക്ഷെ എനിക്ക് രാത്രി സമയം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെയാണ് ആ പാക്ക് പ്രിപ്പയർ ചെയ്ത് ഇട്ടത്. അപ്പോൾ നിങ്ങളടുത്തും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ആ ഒരു സ്കിൻ ഗ്ലോ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒരു പാക്കാണിത്. നിങ്ങൾക്ക് ആദ്യം ആ പാക്ക് ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് കാണുക. അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോകൾ മറക്കാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്കിപ്പം ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് ആദ്യം നോക്കാം. ഇത് ഇന്നലെ നമ്മൾ വെള്ളക്കടല അരച്ചു വെച്ചിട്ടില്ലായിരുന്നോ? ഇത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിലുണ്ട്. നമ്മുടെ സ്കിൻ ടൈറ്റനിങ് പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് നമ്മുടെ വെള്ളക്കടല തലേ ദിവസം രാത്രി വെള്ളത്തിൽ നല്ലപോലെ കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് ആ വെള്ളം ചേർത്ത് തന്നെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നതാണ്. ഇത് നല്ലപോലെ സ്കിൻ വൈറ്റനിങ്ങിനും ടൈറ്റനിങ്ങിനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇതുപോലെ അരച്ച് ഞാനിപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അതിൽ നിന്ന് അത് വേണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് പീൽ പൗഡർ. ഇത് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് പൊടിച്ചിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ വന്ന് നിങ്ങൾക്ക് ഇതുപോലുള്ള ഫ്രഷ് ആയിട്ടുള്ള പൗഡറൊക്കെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ബിക്കോസ് ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ ഓറഞ്ച് പീലായിരുന്നാലും ലെമൺ പീലായിരുന്നാലും ഒക്കെ ഫ്രഷായി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ തന്നെ വാങ്ങിച്ച് പൊടിച്ചിട്ട് ഉണക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളോടത് പറയണം. ആ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ആ ഹെർബൽ ബാത്ത് പൗഡർ ഉണ്ടല്ലോ, ആ ഒരു പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെന്നുണ്ടെങ്കിൽ സാധാരണ കസ്തൂരി മഞ്ഞൾ എടുത്താലും മതി. ഇതിനകത്താകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. മഞ്ഞൾ, ചന്ദനം, എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് കൊടുക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പൊടി എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളായിരുന്നാലും മതി. ഓക്കെ, അടുത്തത് നമുക്ക് വേണ്ടത് സാൻഡൽ പൗഡർ. ഇത് ഞാൻ തന്നെ പൊടിച്ച സാൻഡലാണ്. അതായത് സാൻഡലിൻ്റെ തടി വാങ്ങിച്ചിട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നല്ല കോസ്റ്റ്ലിയാണ്. ഇതുപോലൊരു കുഞ്ഞു ബോട്ടിൽ പൊടിച്ചാൽ തന്നെ ഏകദേശം 400-450 രൂപയോളം ആകും. ബിക്കോസ് ഫ്രഷ് ആയിട്ടുള്ള തടിയാണ്. കളർ കണ്ടോ? ഫ്രഷ് ആയിട്ടുള്ള തടി വാങ്ങിച്ച് വീട്ടിൽ ചീകി പൊടിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഭയങ്കര കോസ്റ്റ്ലിയാണ്. നിങ്ങളെ കൊണ്ട് അത് എനിക്കറിയത്തില്ലാത്ത ഈ ഒരു ബോട്ടിലിന് തന്നെ നിങ്ങൾക്ക് 500 റുപ്പീസിനകത്ത്. ഇതാണ് ബോട്ടിലിൻ്റെ സൈസ്. ഇതാണ് ഞാൻ 500 റുപ്പീസിനിവിടെ കൊടുക്കുന്നത് കേട്ടോ. പ്യുവർ സാൻഡൽ പൊടിച്ചത്. ഒരു സാധനം പോലും എക്സ്ട്രാ ഇല്ല, ഒള്ളി സാൻഡൽ. അപ്പോൾ അതിന് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ആ ഒരു സാൻഡൽ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ നലങ്കുമാവിൽ ഞാൻ ഓൾറെഡി സാൻഡൽ ചേർത്തിട്ടുണ്ട്. എങ്കിലും മഞ്ഞൾ ഉപയോഗിക്കുന്നവർക്ക് ഈ സാൻഡലും കൂടെ ഉപയോഗിക്കാം. എന്നിട്ട് അത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ തൈരാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളൊരു പാത്രം എടുക്കുക. പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂണ് നമ്മുടെ ആ ഒരു ചന അരച്ചു വെച്ചതുണ്ടല്ലോ, ഇത് സൂപ്പർ ബ്രൈറ്റനിങ് കൊടുക്കും കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിന് മുമ്പ് ഇത് ഇട്ടാലുണ്ടല്ലോ സൂപ്പർ ബ്രൈറ്റനിങ് ആണ്. അതിൻ്റെ കൂടെ 1 സ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ, അതിൻ്റെ കൂടെ 1 സ്പൂൺ നമ്മുടെ നലങ്കുമാവ്, അത് നമ്മുടെ ഹെർബൽ ബാത്ത് പൗഡർ ഇല്ലേ അത്. പിന്നെ അതിനകത്തേക്ക് നമുക്ക് ഒരു
ഒരു 1/4 സ്പൂൺ സാൻഡൽ പൗഡർ. കാരണം നമ്മൾക്ക് ഇത് ഓൾറെഡി ഇതിനകത്ത് സാൻഡൽ ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് സാൻഡൽ പൗഡർ ഇത് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ കടലയുടെ വെള്ളത്തിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. കാരണം കടല നമ്മൾ അരച്ചതല്ലേ വെള്ളത്തിൽ. അത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തൈര് ഉപയോഗിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ തൈര് അലർജി ഉള്ളവരാണെങ്കിൽ പാൽ ഉപയോഗിക്കാം. പാൽ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിമ്പിളൊക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം പാൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പാൽ ഇട്ട് കഴിഞ്ഞാൽ പിമ്പിൾ വീണ്ടും കൂടാനായിട്ട് കാരണമാകും. അതുകൊണ്ട് തന്നെ പിമ്പിൾ ഉള്ളവർ ദയവ് ചെയ്ത് പാലെടുക്കരുത്. തൈര് അലർജി ആയിട്ടുള്ളവർക്കാണെങ്കിൽ പാലെടുക്കാം. ഇല്ല ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും നിങ്ങൾക്ക് സ്യൂട്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റോസ് വാട്ടറിലോ അല്ലെങ്കിൽ ഓറഞ്ച് നീരിലോ ഇത് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓറഞ്ച് നീരിൽ മിക്സ് ചെയ്താൽ വളരെ നല്ലത്, അല്ലെങ്കിൽ റോസ് വാട്ടർ ആയിരുന്നാലും നല്ലത്. ഇത് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഇതൊരു ബോക്സിലാക്കി ഒരു 1-2 ദിവസത്തെ ഒരാഴ്ച വരെ ഇരിക്കും ഫ്രിഡ്ജിൽ. എങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മുഖം നല്ല വൃത്തിയായിട്ട് കഴുകണം. നല്ല നീറ്റായിട്ട് കഴുകിയിരിക്കണം. കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. പാക്ക് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ വിരലും കൂടെ ഒന്നിച്ച് വെച്ച് തേക്കരുത്. നമ്മുടെ മിഡിലുള്ള 2 ഫിംഗേഴ്സ് ഇല്ലേ, അത് രണ്ടും വെച്ചിട്ട് കവിളിൽ ഫുള്ളായിട്ടും കഴുത്തിലും മുഖത്തും എല്ലായിടത്തും ഇട്ട് കൊടുക്കണം. ഇട്ട് ഒരുപാട് മസാജ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മൾ മുകളിലോട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി. ഫേസിലും കണ്ണിൻ്റെ താഴെയും നെറ്റിയിലും കഴുത്തിലും ഒക്കെ ഇടാം കേട്ടോ. ഒരിടവും നമ്മൾ ഇത് പറയുന്നത് അത് വെയിൽ പെട്ട് കറക്കത്തില്ല. നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ചും നിങ്ങൾ വെളിയിലൊക്കെ പോകുന്ന സമയത്ത് ചുമ്മാ ജസ്റ്റ് തൈരെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ മുമ്പ്, കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് കൈകളിലും മുഖത്തും ഒക്കെ ഒന്ന് തടവിയിട്ട് ഈ ഒരു സമ്മർ സീസണിൽ നിങ്ങൾ വെളിയിൽ പോവുകയാണെങ്കിൽ തിരിച്ചു വരുന്നത് വരെ ആ ഒരു സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് പോലെ തന്നെ തൈരിന് സഹായിക്കും. അപ്പോൾ ഇങ്ങനൊരു പാക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതുപോലെ തൈരിൽ മിക്സ് ചെയ്ത് തേക്കുന്ന സമയത്ത് ഡബിൾ എഫക്റ്റ് ആണ്. അത് മാത്രമല്ല നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. കണ്ണിനടിയിൽ ഇടാൻ നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. ഇത് ഒരുപാട് അങ്ങ് വലിഞ്ഞു മുറുകത്തില്ല. നല്ല ഒരു സോഫ്റ്റ് കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് പേടിക്കേണ്ട. കഴുത്ത് നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. എപ്പോഴും പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കഴുത്തിൽ നിങ്ങൾ മറക്കാതെ ഇട്ട് കൊടുക്കുക തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ ഒരു ഗ്ലോ അറിയാനും പറ്റും. സ്കിന്നിലുള്ള നല്ല ഒരു ഗ്ലോ അറിയാനായിട്ട് പറ്റും. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് സാൻഡലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, സാൻഡൽ പൗഡറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ അത്യാവശ്യം പെൺകുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ, അല്ലെങ്കിൽ പെണ്ണുങ്ങളൊക്കെ ഉള്ള വീട്ടിലൊക്കെ കുറച്ച് സാൻഡൽ പൗഡറൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട്. പ്രോബ്ലം ഇല്ല. ഒരു ചെറിയ പാക്കറ്റ് സാൻഡൽ പൗഡർ വാങ്ങിച്ചിട്ട് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും എടുത്തങ്ങ് തട്ടുമല്ലോ അത്രത്തോളം, കുറച്ചല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറേ നാൾ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതും പൊടിക്കാവുന്നതും ഒക്കെ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ ഫ്രഷ് ആയിട്ട് എപ്പോഴും നമുക്ക് ഇത് പറയാം, ഒരു നാച്ചുറലായിട്ട് എല്ലാ സാധനങ്ങളും ഒന്നും വേസ്റ്റ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ ഓറഞ്ചൊക്കെ വീട്ടിൽ വാങ്ങിക്കാറില്ലേ, നിങ്ങൾ അതൊന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി എടുത്ത് പൊടിച്ചൊക്കെ വെച്ചിരുന്ന അതൊക്കെ സ്കിന്നിന് വളരെ നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഓറഞ്ച് പൊടി പൊടിക്കുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം പൊടിക്കാനായിട്ട്. ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കൊടുക്കരുത്. കൃത്യമായിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കുക. അതുപോലെ തന്നെയാണ് ലെമൺ നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം ഒന്ന് അതിൻ്റെ തോലയ്ക്ക് ഒന്ന് കഴുകിയിട്ട് നിങ്ങൾ വെയിലത്തിട്ട് ഉണക്കി വെച്ചേക്കുക. ലെമണൊക്കെ നമുക്ക് ഇനി അടുത്ത് ഞാൻ ചെമ്പരത്തി താളി കൊണ്ടുവരുന്നുണ്ട്. ചെമ്പരത്തി താളി മീൻസ് ചെമ്പരത്തി തലയിൽ ഇടാൻ പറ്റുന്ന താളി പോലുള്ളൊരു പാക്ക്. അതിലൊക്കെ നമ്മൾ ലെമൺ പീൽസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാനത് ഉടനെ തന്നെ ആ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഈ ഒരു പാക്ക്? നിങ്ങൾ ഇടുന്ന സമയത്ത് ഞാൻ കാണിച്ചതുപോലെ മുഖത്തൊക്കെ ഇടണം. പിന്നെ നമ്മുടെ കയ്യുടെ ഈ മുട്ടിലൊക്കെ ചിലവർക്കൊക്കെ ഒരു ഭയങ്കര പൊരിയായിട്ടൊക്കെ ഇരിക്കത്തില്ലേ. അപ്പം നമ്മൾ വെളിയിൽ പോകുമ്പോൾ അങ്ങനൊന്നും പൊരിയായിട്ടൊക്കെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈകളിലും ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പം നല്ല ഫേസിന് മാതിരി തന്നെ കൈയും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. നല്ലൊരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടും. നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ മനസ്സിലാവും. ഇട്ട് വാഷ് ചെയ്യുമ്പം തന്നെ നല്ല ഒരു ഗ്ലോ കിട്ടും. നിങ്ങൾ ഒന്നും ഇടേണ്ട കാര്യമില്ല. അതിന് മുകളിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഇട്ട് ഒരു പൊട്ടും വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും മുഖം എന്തോ വലിയ ഫേഷ്യൽ ചെയ്ത മാതിരി ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. നമ്മുടെ എല്ലാ പൊടികളുടെയും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.